യദു ഈ കോടതി വിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം അദ്ദേഹം കുറ്റകൃത്യം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. ബസ് ഓടിക്കുക എന്നുള്ള കൃത്യം മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. കൃത്യനിർവഹണത്തിനിടയിൽ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു. അതിന്റെ ഒരു ധർമ്മരോഷമാണ് കാണുന്നത്. കോടതി നടപടികൾ നീണ്ടുപോകാൻ കാരണം പോലീസിന്റെ അന്വേഷണം എങ്ങുമെത്താത്തത് തന്നെയാണ്. ശ്രീ രാജേന്ദ്രൻ, യദുവിന്റെ കേസ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇന്ന് വന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വഞ്ചൂർ കോടതി, തിരുവനന്തപുരത്തെ വഞ്ചൂർ കോടതി പറഞ്ഞു യദുവിന്റെ കേസിൽ മേയർക്കെതിരെ കേസെടുക്കുക, മൊഴിയെടുക്കുക. ആദ്യത്തെ ഒരു ദിവസം തന്നെ എഫ്ഐആർ പുറത്തു വന്നു. പിന്നെ ഇതിനെ പറ്റി ഒരു അന്വേഷണമില്ല. പക്ഷെ കേരള പോലീസ് യദുവിന്റെ പിറകെ പോകണു. മേയർ കൊടുത്ത കേസിന് വേണ്ടി യദുവിന്റെ പിറകെ പോകണം. അപ്പൊ യദു ഇപ്പൊ പറഞ്ഞു വെച്ചാൽ എനിക്ക് നീതി വേണം, ഞാൻ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ പോയാലും കേരള പോലീസ് മേയർക്കെതിരെ കേസെടുക്കൂ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വസ്തുത, യദു ഈ കോടതി വിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം അദ്ദേഹം കുറ്റകൃത്യം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. ബസ് ഓടിക്കുക എന്നുള്ള കൃത്യം മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. കൃത്യനിർവഹണത്തിനിടയിൽ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു. അതിന്റെ ഒരു ധർമ്മരോഷമാണ് കാണുന്നത്. കോടതി നടപടികൾ നീണ്ടുപോകാൻ കാരണം പോലീസിന്റെ അന്വേഷണം എങ്ങുമെത്താത്തത് തന്നെയാണ്. പോലീസ് കേസ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ എപ്പോഴേ യദുവിനെ അവരെ അറസ്റ്റ് ചെയ്തേനെ, ആ കുറ്റം മാധ്യമങ്ങൾക്ക് മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിലും പറഞ്ഞേനെ. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം യദു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിന് യാതൊരു വിധമായിട്ടുള്ള തെളിവുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നീതി വൈകും, ഡിലൈഡ് ജസ്റ്റിസ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വേറെ ഓഫർ ഉണ്ടായിട്ടുണ്ട്. റോഡിന് ഓഫർ നൽകിയിട്ടുണ്ട്. ദിവസം 3000 രൂപ ശമ്പളത്തിൽ ഡ്രൈവറായിട്ട് ബാംഗ്ലൂരിലേക്ക്. പക്ഷെ അത് സ്വീകരിക്കണമെങ്കിൽ കേസിൽ നിന്ന് അദ്ദേഹത്തിന് ഓടി വരണം. അത് സാധിക്കുന്നില്ല. കേസിൽ അദ്ദേഹത്തെ കുടുക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ ദിവസം 750 വെച്ച് കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനവും കൂടിയാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് സ്വാഗതാർഹമാണ്. ഒരു കുറ്റവാളി ഒരിക്കലും ഈ കേസുമായിട്ട് അപ്പീൽ പോവുകയില്ല. അപ്പൊ അദ്ദേഹം കുറ്റവാളി അല്ല എന്നുള്ളവര് പൊതുജന മനസാക്ഷിയുടെ കോടതിക്ക് മുമ്പിലുള്ള ഒരു തെളിവ് തന്നെയാണ് ഉയർന്ന കോടതിയിലേക്ക്, ഹൈക്കോടതിയിലേക്ക് പോവുക. അദ്ദേഹം അങ്ങനെ സമ്പന്നനായിട്ടുള്ള ആളൊന്നും അല്ല. അത് സ്പോൺസർ ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണകൂട നേതൃത്വങ്ങളോ ട്രേഡ് യൂണിയൻ നേതൃത്വം പോലും ഇല്ലാത്ത ഒരാളാണ്. എന്നിട്ടും അദ്ദേഹം പോകുന്നു എന്ന് പറയുമ്പോൾ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം, നീതിക്ക് വേണ്ടിയുള്ള ഒരു ദാഹമാണ് അതിന് മുമ്പിലുള്ളത്. നീതി തേടുന്ന യദുവിന് കേരളത്തിലെ പൊതുജന സമൂഹം ശരിക്കും ആശംസ നൽകേണ്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹം അനങ്ങാതിരിക്കുകയുള്ളൂ. ഈ കേസ് ഒതുങ്ങുന്നത് ഒരു സൗകര്യമായിട്ട് വെച്ചുകൊണ്ട് അനങ്ങാതെ അതിന്റെ മറവിൽ, ആ മൗനത്തിന്റെ മറവിൽ അദ്ദേഹം അങ്ങ് രക്ഷപ്പെടുകയുള്ളൂ. കോടതി പറഞ്ഞ കാര്യമാണ് കേരള പോലീസ് തട്ടിക്കളഞ്ഞിരിക്കുന്നത്. അപ്പൊ കോടതിക്ക് മുമ്പിൽ കേരള പോലീസ് എന്താ ചെയ്യുന്നത്? കോടതിക്ക് മുമ്പിൽ വളരെ വ്യക്തമായ തെളിവുകൾ മേയറും MLAയും നിയമലംഘനം നടത്തി എന്നുള്ളതിനുണ്ട്. ഒരു നടപടി ഇന്ന് വരെ അവർക്കെതിരെ സമർപ്പിച്ചിട്ടില്ല. പൊതുഗതാഗതത്തിന്, യാത്രക്കാരുടെ ജീവന് ഒക്കെ ഭീഷണിയാവാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം, അതുപോലെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്, അവരെ നിശ്ചിത ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ള KSRTCയുടെ ആ പ്രാഥമികമായ ദൗത്യത്തിന് ഹാനി വരത്തക്ക വിധമുള്ള ഇടപെടലാണ് MLAയും അതുപോലെ തന്നെ മേയറും കൂടി അവരുടെ ബന്ധുക്കളും കൂടി ചേർന്ന് കൊണ്ട് നടത്തി ഒരുതരം ഗൂണ്ടായിസ പ്രവർത്തനം തന്നെയാണെന്നാണ് ഇതുവരെ നമുക്ക് വ്യക്തമാവുന്ന കാര്യങ്ങൾ, ബോധ്യമാവുന്നതുമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നൊക്കെ മേയർ പറഞ്ഞു അതിന്റെ മാനം വർദ്ധിപ്പിക്കുന്നതിന് നടത്തിയ ശ്രമങ്ങളെല്ലാം നിഷ്ഫലമായി. അതിന് അനുകൂലമായിട്ടുള്ള യാതൊരു വിധമായിട്ടുള്ള അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന യാതൊരു തെളിവുകളും ഇന്ന് വരെ കിട്ടിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നീതി തേടിക്കൊണ്ട്, ഒരു നീതി തേടുന്ന ഒരു സാധാരണ പൗരന്റെ ഒരു അവസ്ഥയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇതിപ്പോ ഇത്രയും വൈകി ഒരു സാധാരണക്കാരന്റെ ദിവസ വരുമാനമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ, യുവാവിന്റെ ഭാവി തന്നെയാണ് മേയറുടെ ഈ ദുരാരോപണങ്ങൾ, തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ കാരണം പോകുന്ന ഒരു തൊഴിലാളിയുടെ, സർവോപരി തൊഴിലാളി വർഗത്തിന് വേണ്ടി വീമ്പിളക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മേയറാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അയാളെ ഇട്ട് കഷ്ടപ്പെടുത്തുക, ടോർച്ചർ ചെയ്യുക. കേരള ഹൈക്കോടതിയിൽ പോയാൽ യദുവിന് എത്രമാത്രം നീതി കിട്ടും താങ്കൾ വിശ്വസിക്കുന്നു? അത് അഭിഭാഷകൻ, നമുക്കറിയാവില്ല ഈ നീതി എന്ന് പറയുന്നത് നമ്മള് കോടതി ജഡ്ജിമാർക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
വില കൊടുത്ത് വാങ്ങേണ്ട ഒരു കാര്യമാണ്. നല്ല അഭിഭാഷകന്മാർക്ക് നല്ല ഫീസ് കൊടുക്കണം. അങ്ങനെയാണ് അഭിഷേക് സിംഗ് മനു ഒരു കൺസൾട്ടേഷൻ മാത്രം 40 ലക്ഷം രൂപ ഒക്കെ കൊടുക്കേണ്ട കേസുണ്ട്. അപ്പൊ ഈ ക്വാളിറ്റി ഓഫ് ദ ജസ്റ്റിസ് ഡെലിവേർഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫീസ് പെയ്ഡ് ടു ദി അഡ്വക്കേറ്റ് എന്ന് പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതിന്റെ പരിഹാരത്തിനായിട്ട് ഹൈക്കോടതി ചില നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും സൗജന്യമായിട്ട് നമുക്ക് നീതി കിട്ടുമ്പോൾ, സൗജന്യമായി വാദിക്കാൻ അഭിഭാഷകർ ഉള്ളപ്പോൾ അവര് നമ്മളോട് വലിയ മനസാക്ഷിയൊന്നും കാണിച്ചു വരില്ല. അവിടെ അതിനുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിലും അത് ശരിയായിട്ടുള്ള നീതി ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിഭാഷക വൃത്തി ആയിരിക്കില്ല. അതേസമയം നല്ല ഫീസ് കൊടുത്ത് വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേസിൽ സാധാരണക്കാരെത്ര നിയമ പണ്ഡിതരൊന്നും അല്ലല്ലോ. നിയമം അറിഞ്ഞിരിക്കണമെന്നുള്ളത് സാമാന്യ നിയമം. അപ്പൊ അവർക്ക് ഇതിന്റെ കടന്നുകൂടാ, ഇതിന്റെ നിയമത്തിന്റെ പഴുതുകളെന്ന് അറിയില്ല. പക്ഷെ വിദഗ്ധനായ ഒരു അഭിഭാഷകൻ അറിയാം. അതിൽ കൂടി മേയറെ കടത്തിവിടാനും രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിയും. അത് തന്നെയാണ്, വൻ സ്രാവുകൾ വലമുറിച്ച് കടക്കും, ചെറിയ മീനുകൾ അതിനുള്ളിൽ കിടക്കും എന്നുള്ള ഒരു ഇൻജസ്റ്റിസ് ഇപ്പോഴും നമ്മുടെ ഏറ്റവും കുറ്റമറ്റതായിട്ടുള്ള ജുഡീഷ്യൽ സമ്പ്രദായത്തിലും ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് കോടതിയെ കുറ്റപ്പെടുത്തുകയല്ല, എങ്കിലും ഏറ്റവും നല്ല കോടതി ഇന്ത്യയിൽ തന്നെയാണുള്ളത്, ഒരു സംശയവുമില്ല. പക്ഷെ അതിനകത്തും ചില പഴുതുകളുണ്ട്. ഹൈക്കോടതിയിൽ പോകുമ്പോൾ എത്രത്തോളം നീതി കിട്ടും നമുക്ക് വരണ ദിവസം കണ്ടറിയാം. നന്ദി ശ്രീ രാജേന്ദ്രൻ. കണ്ടറിയാം. ദൈവം സഹായിക്കട്ടെ.